ഓപ്പറേഷൻ സിന്ദൂർ ഭാരത സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്കുള്ള മറുപടി. വാർത്താസമ്മേളനത്തിൽ ദൗത്യം വിശദീകരിച്ചതും വനിതാ ഓഫീസർമാരാണ്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. आज आपको 6 से 7 मई 2025 की रात 1:05 से 1:30 बजे के बीच भारतीय सशस्त्र बलों द्वारा अंजाम दिए गए ऑपरेशन सिंदूर के बारे में जानकारी देंगे। ऑपरेशन सिंदूर 22 अप्रैल को पहलगाम में हुए विभत्स आतंकवादी हमले के शिकार मासूम नागरिकों व उनके परिवारों को न्याय देने के लिए लॉन्च किया गया था। इस कार्रवाई में 9 टेररिस्ट कैंप्स को टारगेट किया गया और पूरी तरह से इसे बर्बाद किया गया। पाकिस्तान में पिछले 3 दशकों से टेरर इंफ्रास्ट्रक्चर का निर्माण हो रहा है। इसमें रिक्रूटमेंट, इंडोक्ट्रिनेशन सेंटर्स, ट्रेनिंग एरियाज व लॉन्च पैड शामिल थे, जो पाकिस्तान और पाक अधिकृत जम्मू कश्मीर POJK दोनों में फैले हैं। These camps are located both in Pakistan as well as Pakistan occupied Jammu and Kashmir areas. Some of the well-known training camps are located, as you can see on the screen. They are distributed from Savai Nala in the north, counting to approximately 21, ending at Bhagalpur to the south. One of these targets for Operation Sindoor was based on credible intelligence inputs and role of these facilities in perpetrating the terror activities. The locations were so selected to avoid damage to civilian infrastructures and loss of any civilian lives. നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദഗോപൻ, കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പക്വതയോടെയുള്ള ഒരു ആക്രമണമാണ്, തിരിച്ചടിയാണ് ഇന്ന് ഭാരതം നടത്തിയത്. പക്ഷെ അപ്പോഴും ഈ ഭീകരാക്രമണത്തെ തുടർന്ന് എത്രത്തോളം മുറിവേറ്റിട്ടുണ്ട് ഭാരതത്തിലെ ഓരോ പൗരന്മാർക്കും എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയായിരുന്നു ഇതിൻ്റെ പേരടക്കം ഇങ്ങോട്ടുള്ള പല നടപടികളും. ഓപ്പറേഷൻ സിന്ദൂർ, ഭാരത സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്കുള്ള മറുപടിക്കിടാൻ പറ്റിയ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പേര് തന്നെയാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നിർദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചേർന്ന് ഈ നടപടികൾ വിശദീകരിച്ചപ്പോൾ അത് നാരീശക്തി, പാകിസ്ഥാനെതിരെ നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിലുള്ളൊരു തിരിച്ചടി തന്നെയാണ് എന്ന വികാരം തന്നെയാണ് ഭാരതം ഒന്നാകെ ഉയരുന്നത്. നന്ദൻ, ഭാരതത്തിൽ സ്ത്രീകളുടെ സിന്ധു അവരുടെ രക്തം കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ സൈന്യം. 3 സൈനിക വിഭാഗങ്ങളും കര, നാവിക, വ്യോമ സൈനിക വിഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് നടത്തിയ ഓപ്പറേഷനിൽ പാകിസ്ഥാനിൽ കാര്യമായ കേടുപാടുകളാണ് സംഭവിച്ചിരിക്കുന്നത്. വലിയ നഷ്ടങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു. വളരെ ശ്രദ്ധേയമായത് ഇതിൻ്റെ പേര് മാത്രമല്ല, ഈ ഓപ്പറേഷൻ, അതായത് 22-ാം തീയതി ഈ സംഭവം ഉണ്ടായതിനു ശേഷം തിരിച്ചടിക്കാൻ ഭാരതം തീരുമാനിച്ചത് തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെയാണ്. അതിനുവേണ്ടി ചർച്ച ചെയ്യാൻ കൂടിയ യോഗത്തിലടക്കം സ്ത്രീകളുടെ വലിയൊരു സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇങ്ങോട്ട് മുഴുനീളം ഈ ഓപ്പറേഷനിങ്ങിൻ്റെ പ്ലാനിങ്ങിലാണേലും അല്ലെങ്കിൽ ഇത് നടപ്പാക്കുന്നതിലടക്കം സ്ത്രീകളുടെ വലിയൊരു സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഇതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി വീക്ഷിച്ചിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളൊരു പേര് ഡിഫൻസ് മന്ത്രാലയത്തിന്മേൽ നിർദ്ദേശിക്കുന്നത്. ആ പേരിൽ തന്നെ ആ പേര് അനർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയുള്ള പ്രവൃത്തിയും ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അങ്ങനെ സിന്ദൂരം മായിച്ച അല്ലെങ്കിൽ മാഞ്ഞു പോയ സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ ആ ഭീകരരുടെ രക്തം തന്നെ ഭാരതത്തിൻ്റെ സൈനികർ എടുത്തു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സൈനിക ഓപ്പറേഷനുകൾ വിവരിക്കുവാൻ വേണ്ടി നിയോഗിച്ചതും സ്ത്രീകളെയാണ് എന്നുള്ളതാണ് ഏറെ സവിശേഷത. അതിലൂടെ നൽകുന്ന ഒരു സന്ദേശം ഭാരതത്തിൻ്റെ നാരീശക്തി എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും കേണൽ സോഫിയ ഖുറേഷി ഭാരതത്തിൻ്റെ കോർപ്പ് സിഗ്നലിലെ ആദ്യത്തെ വനിതാ ഉദ്യോഗസ്ഥയാണ്. 2016 അവർ സഹായിക്കുന്നത്. മാത്രമല്ല 18-ൽ നടന്ന ഒരു സംയുക്ത സൈനിക അഭ്യാസത്തെ ഭാരതത്തിൻ്റെ കരസേനയെ നയിച്ചത് ഈ വാർത്താ സമ്മേളനത്തിൽ അത് വിവരിക്കുകയുണ്ടായി. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വിംഗ് കമാൻഡർ
വിംഗ് കമാൻഡറും വനിതയാണ് എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ്. വിംഗ് കമാൻഡർ വ്യോമിംഗ് സിംഗിന്റെ വാർത്താ സമ്മേളനവും ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. അങ്ങനെ 2 വനിതകളെ മുൻനിർത്തിക്കൊണ്ട് ഈ ഓപ്പറേഷനുകൾ ഭാരതം വിവരിക്കുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാന് നൽകുന്ന സന്ദേശവും മറ്റൊന്നാണ്. ഭാരതത്തിന്റെ വനിതാ ശക്തി അല്ലെങ്കിൽ നാരീ ശക്തി എന്നുള്ളത് പാകിസ്ഥാൻ അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല ഇനിയും ഇത്തരം സിന്ദൂരം മായ്ക്കാൻ വരുന്ന ഭീകരർക്കുള്ള താക്കീത് കൂടിയായി ഭാരതം ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കാണും. ഭീകരർക്കുള്ള താക്കീത് കൂടിയായി ഭാരതം ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കാണും. സ്വാഭാവികമായും ഈ പേര് നൽകിയതിലും അത്തരമൊരു സന്ദേശം ഈ ഭീകരവാദികൾക്ക് പാകിസ്ഥാന് നൽകാൻ ഭാരതം ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു, ഈ ഓപ്പറേഷനിൽ മുഴുനീളം ഈ ഒരു സ്ത്രീകളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് ഈ തിരിച്ചടി ആ യോഗത്തിലടക്കം പിന്നീട് ഓരോ സൈനിക വിഭാഗങ്ങളായി ഓപ്പറേഷനുകൾ പ്രത്യേകം പ്ലാൻ ചെയ്തപ്പോൾ, പിന്നീട് സംയുക്ത ഓപ്പറേഷനിലേക്ക് വന്നപ്പോൾ എല്ലാം തന്നെ സ്ത്രീകളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ ഓപ്പറേഷന് പിന്നിൽ. ഒടുവിൽ അത് ലോകത്തോട് വിളിച്ചു പറയുവാനും നിയോഗിച്ചത് സ്ത്രീകളെയാണ് എന്നുള്ളത് നരേന്ദ്രമോദിയുടെ തീരുമാനത്തിൻ്റെ ഭാഗം മാത്രമായിരുന്നു. വീണ. ശരി നന്ദൻ.